വിവാദങ്ങൾക്കിടെ സന്ദീപ് വാര്യർക്കൊപ്പം വേദി പങ്കിട്ട് കെ മുരളീധരൻ. പാലക്കാട്ടെ പൊതുപരിപാടിക്ക് ശേഷം സന്ദീപിനെ ഷാൾ അണിയിച്ച മുരളീധരൻ സൗഹൃദം പങ്കുവച്ചു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് മൾട്ടിപർപ്പസ് സൊസൈറ്റി വേദിയിലാണ് ഇരുവരും എത്തിയത്. സായ്കുമാർ നമുക്കൊപ്പമുണ്ട്. സായ്കുമാർ, ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ അത് പാലക്കാട് മണ്ഡലത്തിന് പുറത്തുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടാണ് മണ്ഡലത്തിനകത്തൊരു പരിപാടിയിൽ ഈ ഒരു കാഴ്ച കാണാൻ കഴിയാതെ പോകുന്നത്? തീർച്ചയായും സുജയ, ഒറ്റപ്പാലം മണ്ഡലത്തിൽ പെടുന്ന ശ്രീകൃഷ്ണപുരം പഞ്ചായത്തിലെ മൾട്ടിപർപ്പസ് സൊസൈറ്റിയുടെ വേദിയിലേക്കാണ് കെ മുരളീധരൻ അവിടെ ഉദ്ഘാടകനായി എത്തിയതാണ്. അവിടേക്കാണ് സന്ദീപ് വാര്യർ എത്തിയത്. സ്വാഭാവികമായി നമുക്കറിയാം, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് കേട്ട ഒരു അപസ്വരം എന്നുള്ളത് കെ മുരളീധരനാണ്. ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതായത് കോൺഗ്രസ് നേതാക്കളെ അദ്ദേഹം ഓർമ്മിപ്പിച്ചത് സന്ദീപ് വാര്യർ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് കോൺഗ്രസിലെത്തിയ ദിവസം കെ മുരളീധരൻ പ്രതികരിച്ചത്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് കേട്ട ശക്തമായിട്ടുള്ളൊരു വിമർശന സ്വരത്തിലുള്ളൊരു പ്രതികരണവും കെ മുരളീധരൻ്റേത് തന്നെയായിരുന്നു. അതിനുശേഷമുള്ളൊരു കൗതുകം കെ മുരളീധരനും സന്ദീപ് വാര്യറും ഒരുമിച്ച് ഈ തിരഞ്ഞെടുപ്പ് വേളയിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്നാണ്. എന്തായാലും മണ്ഡലത്തിന് പുറത്തുള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്നത്. അവിടെ എന്തായാലും കെ മുരളീധരൻ മറ്റു രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ഇനി മറ്റു വിഷയങ്ങൾ എന്തിനാണ് പറയുന്നത്? സന്ദീപ് എന്തായാലും കോൺഗ്രസിലേക്ക് എത്തിയല്ലോ എന്ന് പറഞ്ഞ് കൂടുതൽ പ്രതികരണത്തിന് മുരളീധരൻ തയ്യാറായിട്ടുമില്ല. പക്ഷേ ഇപ്പോഴും സുജയ ചോദിച്ച പോലെ മണ്ഡലത്തിനകത്ത് ഇരു നേതാക്കളെയും ഒരുമിച്ച് പങ്കെടുപ്പിക്കാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി സമയമില്ല. സായ്കുമാർ, ഈ പരിപാടിയുടെ ഒരു സ്വഭാവം, പഞ്ചായത്ത് സൊസൈറ്റിയുടെ പരിപാടി എന്ന് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വേദിയായിരുന്നു. പഞ്ചായത്ത് കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള പഞ്ചായത്താണ്. അവിടെയാണ് ആ പരിപാടി നടക്കുന്നത്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള പഞ്ചായത്ത്, അവിടെ കെ മുരളീധരൻ അതിഥിയായിരുന്നു. ശ്രീകൃഷ്ണപുരം പഞ്ചായത്ത് കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെയാണ് കെ മുരളീധരൻ ഉദ്ഘാടകനായി വരുന്നത്. അതിന് തൊട്ടടുത്താണ് സന്ദീപ് വാര്യർ താമസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കെ മുരളീധരൻ അവിടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ആ സമയത്ത് അതായത് ഈ പഞ്ചായത്ത് സൊസൈറ്റിയുടെ പരിപാടിയിൽ ഉദ്ഘാടകനായി കെ മുരളീധരൻ എത്തുന്നു. അതേ പരിപാടിയിൽ പങ്കെടുക്കുന്നയാളായി ക്ഷണിതാവായി സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നോ? അതോ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന സന്ദീപ് വാര്യരെ കെ മുരളീധരനെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചതിന് ശേഷം കൊണ്ടുവരികയായിരുന്നു ഈ ഒരു ദൃശ്യത്തിനായി? കൊണ്ടുവരികയായിരുന്നു എന്നാണ് സുജയ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. നോട്ടീസിൽ സന്ദീപ് വാര്യരുടെ പേരുണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ അറിയുന്നത്. കെ മുരളീധരൻ അവിടെ എത്തുന്നു. സ്വാഭാവികമായും കോൺഗ്രസ് പ്രവർത്തകർ ഉള്ള ഒരു പരിപാടി തന്നെയാണ്. അവിടെയുള്ള കോൺഗ്രസ് നേതാക്കളൊക്കെ ഉള്ള ഒരു പരിപാടി കൂടിയാണ്. അവിടേക്ക് സന്ദീപ് വാര്യർ എത്തുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ലാതെ നോട്ടീസിൽ ഒരു ഉദ്ഘാടകനായോ ആശംസകനായോ സന്ദീപ് വാര്യർ ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്ത് തന്നെയാലും അതിന് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഉടൻ തന്നെ നൽകാം. അവിടെ ഒരു പ്രസംഗത്തിന് ദൃശ്യം വളരെ കൗതുകമുള്ളതാണ്. പ്രത്യേകിച്ചും ഈ കൊട്ടിക്കലാശ ദിനത്തിൽ സന്ദീപ് വാര്യരെയും കെ മുരളീധരനെയും പാലക്കാട് മണ്ഡലത്തിലെ ഒരു പരിപാടിയിൽ ഒന്നിച്ചെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം ആവോളം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ആ ശ്രമം നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കൊട്ടിക്കലാശത്തിന് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. തൊട്ടപ്പുറത്തുള്ള ഒറ്റപ്പാലം മണ്ഡലത്തിലെ ഒരു പരിപാടിയിൽ നേരത്തെ നിശ്ചയിച്ചത് പ്രകാരം കെ മുരളീധരൻ അവിടെ എത്തുന്നു. ആ പരിപാടിയിലേക്ക് സന്ദീപ് വാര്യരെയും കൊണ്ടുവരികയാണ്. അതിനുശേഷം സന്ദീപ് വാര്യർക്ക് സ്വീകരണം നൽകുന്നു. ഇതിന്റെ സംഘാടകരോടുകൂടി വേദിയിലേക്ക് സന്ദീപ് വരുന്നത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണോ, അല്ലെങ്കിൽ ആ തീരുമാനം എപ്പോഴാണ് എടുത്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കൗതുകമുള്ള കാര്യമായിരിക്കും. നമുക്കൊപ്പം ശ്രീ കെ മുരളീധരൻ ചേരുകയാണ്. ശ്രീ കെ മുരളീധരൻ, ഗുഡ് മോർണിംഗ്. ഒറ്റപ്പാലത്തെ ഒരു പരിപാടിയിൽ താങ്കൾ പങ്കെടുക്കുന്നത് ഇപ്പോൾ കാണുകയായിരുന്നു. ഞാനപ്പോൾ നമ്മുടെ റിപ്പോർട്ടറോട് ചോദിക്കുകയായിരുന്നു, സന്ദീപ് വാര്യരും കെ മുരളീധരനും ഒന്നിച്ച് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായി നേരത്തെ നിശ്ചയിച്ചിരുന്നതാണോ ഇതെന്ന്? നേരത്തെ നിശ്ചയിച്ചല്ല, ഈ ബാങ്ക് ഉദ്ഘാടനം നേരത്തെ നിശ്ചയിച്ചാണ്. ഇത് മുമ്പ് ഈ ബാങ്ക് ഞാൻ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അതിന്റെ ഒരു ചടങ്ങിന് വന്നതാണ്. അപ്പൊ സന്ദീപ് വാര്യർ അതിന്റെ അയൽവക്കാണ്, അവിടെയാണ്, അതിന്റെ അടുത്താണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പൊ അതിനായ സമയത്ത് അദ്ദേഹം വന്ന് അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഒരു വേദി പങ്കിട്ടു. അതാണ് സംഭവിച്ചത്. ഇപ്പോൾ വാർത്തയാകുന്നത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നൊക്കെ വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ മുരളീധരൻ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു, ഷാൾ അണിയിച്ച് സ്വീകരിച്ചു എന്നുള്ളതാണ്. തീർച്ചയായും അദ്ദേഹത്തിനെ സ്വീകരിക്കുമല്ലോ. പാർട്ടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്വീകരിക്കും. അദ്ദേഹം ഇപ്പൊ പാർട്ടിയുടെ ഭാഗമല്ലേ. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ചേർത്ത് പിടിച്ചു. അതായത് കോൺഗ്രസ്സുകാരൻ എന്നുള്ള ഒരു മാന്യത, ഒരു മുൻ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ അങ്ങ് പൂർണ്ണമായും പാർട്ടിക്ക് വിധേയനായി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ പൂർണ്ണ മനസ്സോടുകൂടിയിട്ട് ഒന്ന് സ്വീകരിച്ചു. ഓക്കെ, അതൊരു നല്ല ജസ്റ്ററാണ് ശ്രീ കെ മുരളീധരൻ. സന്ദീപ് വാര്യർ വന്നത് പാലക്കാട്ട് വോട്ട് കൂട്ടുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഒറ്റപ്പാലത്തെ വേദിയിലാണ് ഈ നിങ്ങൾ ഒപ്പമുള്ള ദൃശ്യങ്ങൾ കാണുന്നത്. പാലക്കാട്ട് വോട്ട് കൂട്ടുമോ സന്ദീപ് വാര്യർ? പാലക്കാട് കോൺഗ്രസിന്റെ വിജയം അരക്കിട്ടുറപ്പിച്ചു സന്ദീപ് വാര്യർ. അതെ.
ഓക്കെ, ശ്രീ കെ മുരളീധരൻ, താങ്കൾ പോകുന്നുണ്ടോ ഇന്ന് കൊട്ടിക്കലാശത്തിന്? ഇല്ല കുട്ടിക്കലാശത്തിൽ ഞാനില്ല. ഇതാണ് ഇന്നത്തെ താങ്കളുടെ കൊട്ടിക്കലാശം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ ഇവിടുത്തെ കുട്ടിക്കലാശം കൊഴിഞ്ഞു. ഇതെന്തായാലും ഒരു സർജിക്കൽ സ്ട്രൈക്കായി ശ്രീ കെ മുരളീധരൻ. ഞാൻ ഒരു കൗതുകത്തിന് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ? ആ പാട്ട് നന്നായിട്ടുണ്ട്. ആ പാട്ടിൽ ആരെയോ ഉദ്ദേശിച്ചതുപോലെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. താങ്കൾ ആരെയാണ് ഉദ്ദേശിച്ചത്? അല്ല, അത് നിങ്ങളുടെ ഭാവനയ്ക്ക് വിടുക. എന്റെ ഭാവനയിൽ ഞാൻ പറവൂര് വരെ എത്തി. അതെ അവിടെ നിക്കട്ടെ? അതെ അവിടെ നിൽക്കട്ടെ. അവിടെ നിൽക്കാതെ അങ്ങോട്ട് പോകണ്ട. ഞാനപ്പോ പറവൂരിലെത്തി നിന്നു. താങ്ക് യു ശ്രീ കെ മുരളീധരൻ. താങ്ക് യു. ശ്രീ കെ മുരളീധരനാണ് നമുക്കിപ്പം ചേർന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യരുടെ വരവിനോടനുബന്ധിച്ച് പങ്കുവെച്ച പാട്ട് പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ, അതിലെ ഞാൻ ആരാണ് എന്നതിനെ ചൊല്ലി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് കേൾക്കുന്നവരുടെ ഭാവനയ്ക്ക് വിടുന്നുവെന്ന് ശ്രീ കെ മുരളീധരൻ പറഞ്ഞത് പ്രേക്ഷകർ ഇപ്പോൾ കേട്ട് കാണുമല്ലോ.